പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണത്തിൽ തുരങ്കം വച്ചത് സംസ്ഥാന സർക്കാർ എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആരോപണം. അതുപോലെ സ്പോൺസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നതിൽ പോലും സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവം പ്രകടമായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ദുരന്തം നടന്ന് ഇന്ന് 1 വർഷം പിന്നിടുമ്പോഴും പുനരധിവാസത്തിന് അന്തിമ പട്ടിക തയ്യാറാക്കാൻ സാധിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയമെന്നും ആരോപണമുണ്ട്. അതിൽ പലപ്പോഴും പല ആളുകളെ സഹായിക്കാൻ പറ്റുന്നില്ലാത്തത് കാരണം പല ഉത്തരവുകളും വലിയ പ്രതിസന്ധികൾ നമുക്ക് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ നല്ല രീതിയിൽ വ്യവസായം നടത്തിയ ആളുകൾ, അതായത് 10 റൂമോളം വാടകയ്ക്ക് കൊടുത്ത് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയൊക്കെ ഇന്ന് ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യാൻ പ്രയാസപ്പെടുന്നൊരു കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോൾ അവർ പറയുന്നത് അവർ ആ കെട്ടിടത്തിനൊരു നഷ്ടം കണക്കാക്കി തന്നിരുന്നെങ്കിൽ അതുകൊണ്ട് അവർക്ക് ജീവിക്കാമായിരുന്നു എന്നുള്ളതാണ്. അത് സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ മാതൃകാ വീടിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കാത്തു നിൽക്കുമ്പോഴേക്കും പല സന്നദ്ധ സംഘടനകളും ഭൂമി എടുത്ത് വീട് നിർമ്മിച്ച് താക്കോൽ കൈമാറി അവരുടെ പ്രവൃത്തി അവസാനിപ്പിച്ചിട്ടുണ്ട് വയനാട്ടിൽ എന്നുള്ളതാണ്. ആ മീറ്റിംഗിൽ മുഖ്യമന്ത്രി പറഞ്ഞു, ടൗൺഷിപ്പിൽ പ്രത്യേകം സന്നദ്ധ സംഘടനകൾക്ക് സ്പേസ് അനുവദിക്കാൻ കഴിയില്ല. 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ 1 സ്ക്വയർ ഫീറ്റിന് 3000 രൂപ തോതിൽ 30 ലക്ഷം രൂപ സർക്കാരിലേക്ക് കൊടുക്കണം എന്നൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ 30 ലക്ഷത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും KCBCയും മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം ഇതിൽ നിന്ന് പിറകോട്ട് പോയി. ടൗൺഷിപ്പിൽ എല്ലാ സന്നദ്ധ സംഘടനകൾക്കും പ്രത്യേകം സ്പേസ് അനുവദിച്ചിരുന്നെങ്കിൽ ഈ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ആ ഒരു അവസരമാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പിന്നീട് ഞങ്ങൾക്ക് സ്വന്തം നിലക്ക് പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ചില നിബന്ധനകൾ സർക്കാരിന് കൊണ്ടുവന്ന് ഈ ഭവന നിർമ്മാണം ഈ സംഘടനകളെ ഏൽപ്പിച്ചാൽ മതി. ടൈം ഉൾപ്പെടെ പറഞ്ഞ് 6 മാസം കൊണ്ട് അല്ലെ 7 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ മതി. ഇവർ പൂർത്തിയാക്കിയുള്ളൂ. ഇപ്പൊ ഈ ദുരന്തബാധിതർ മുഴുവൻ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പൊ ഗവൺമെന്റ് കയ്യിലുള്ള പണം അവിടെയുണ്ട്. ഈ പണം ദുരന്തബാധിതർക്ക് 1 കോടി രൂപ വെച്ച് കൊടുക്കുക. അവരുടെ പ്രയാസം വേദനയൊക്കെ തീർന്ന് അവർ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടി നടക്കുക. ഇത് പറഞ്ഞപ്പോൾ സർക്കാർ ഉൾക്കൊണ്ടില്ല. സർക്കാരിന് എന്തായിരുന്നു പറയാം? സർക്കാരിന് അതിൽ രാഷ്ട്രീയമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമേ ഇവർ ഉദ്ഘാടനം ചെയ്യൂ. ബെൻസൺ, ഈ സർക്കാർ ഗുണഭോക്താക്കളുടെ 3 ലിസ്റ്റാണ് പുറത്തിറക്കിയത്. ഇതിപ്പോൾ phase 1, 2A, 2B. അപ്പോൾ ഇതിൽ ആകെ ഉണ്ടായിരുന്ന 402 ഉപഭോക്താക്കളായിരുന്നു. ഇതിൽ 107 പേരാണ് വീട് വേണ്ട എന്ന് നിലപാടെടുത്തത്. പിന്നീട് അതിൽ 104 പേർക്ക് സർക്കാർ 15 ലക്ഷം രൂപ വെച്ച് നൽകി. അതിൽ 3 പേർ പിന്നീട് ഓപ്ഷൻ മാറ്റാൻ ഈ സർക്കാരിന് മേൽ അപേക്ഷ കൊടുത്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ പിന്നീട് സർക്കാരിൻ്റെ ടൗൺഷിപ്പ് ഭൂമി ഏറ്റെടുക്കുന്നു, ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നു. പിന്നെ നമുക്ക് അറിയുന്ന പോലെ ഇപ്പം എൽസ്റ്റൺ എസ്റ്റേറ്റ് ഒക്കെ ഏറ്റെടുത്തതിന് ശേഷം എത്ര വട്ടമാണ് ഈ ഉടമകൾ കോടതിയെ സമീപിച്ചത്. അപ്പം അങ്ങനെ ഒരു കാലതാമസം അവിടെ ഉണ്ടായി. ഇപ്പോൾ ഭൂമി ഏറ്റെടുത്ത് 3 മാസം പിന്നിടുമ്പോൾ അവിടുത്തെ പണി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. മാതൃകാ വീട് ഇന്നിപ്പോൾ അവിടുത്തെ ദുരന്ത ബാധിതർക്ക് തന്നെ കാണാനുള്ള അവസരവുമുണ്ട്. ഈ മറ്റ് സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ അവിടെ കോൺഗ്രസ് വീട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ വീടുണ്ട്, അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ വീടിന്റെ തറക്കല്ലിടലും ചടങ്ങുകളും ഒക്കെ 2 മാസം മുൻപ് തന്നെ നടന്നതുമൊക്കെയാണ്. ഇപ്പോൾ പൊതുവിൽ ഈ അവിടെ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണ് ബെൻസൺ? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇന്നിപ്പോൾ ഈ 1 വർഷം എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിലും ഉയരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന സർക്കാരിന് വിവിധ ഇടങ്ങളിൽ നിന്നും പല രൂപത്തിൽ ഏകദേശം 700 കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് ഒരു തരത്തിലും വിനിയോഗിക്കാതെ ഇരിക്കുന്നു എന്ന ആരോപണമാണ് UDF അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഇക്കാലയളവിൽ 1 വർഷം കൊണ്ട് ഈ മാതൃകാ വീടിന്റെ നിർമ്മാണം മാത്രമേ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വലിയ രീതിയിലുള്ള സാങ്കേതികത്വം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഏപ്രിൽ 17-ാം തീയതി മാത്രമാണ് ഈ ഭൂമി പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ സാധിച്ചത്. കോടതി വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം 43 കോടിയോളം രൂപ ഇതിനായി കെട്ടിവെക്കേണ്ടി വന്നു. അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പണം കെട്ടിവെക്കേണ്ടി വന്നത്. അങ്ങനെ ഈ സാങ്കേതികത്വം എല്ലാത്തിനും ശേഷം ഏകദേശം 3 മാസം കഴിഞ്ഞ 3 മാസമായി ഇപ്പോൾ അവിടുത്തെ പണി നടക്കുന്നു. അതിൽ
മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയാവാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ മറ്റ് 50-ലധികം വീടുകളുടെ തറയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ പില്ലറുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ 3 മാസക്കാലം, അതായത് 100 ദിവസത്തിലധികമായിട്ടാണ് അവിടെ ഇപ്പോൾ ഈ പണി നടക്കുന്നത്. അതായത് ഈ മാതൃകാ വീടിന്റെ അടക്കമുള്ള പണി നടക്കുന്നത്. അവിടെ അതിൽ 70 ദിവസത്തോളം കാര്യമായി തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൽപ്പറ്റയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത്രത്തോളം പണികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് കൃത്യമായും കൂടുതൽ ആളുകളെ, ജോലിക്കാരെ നിർത്തിക്കൊണ്ട് ഈ പണി പൂർത്തിയാക്കാൻ സാധിച്ചത്. അപ്പോൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ ഈ ഗുണഭോക്താക്കളെ അവർക്ക് വന്ന് ഈ വീടുകൾ കാണാം. വീട് കണ്ടതിന് ശേഷം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതും മുൻപോട്ട് വയ്ക്കാം. അതിനുശേഷം ആ നിർദ്ദേശങ്ങൾ സാധകമാണെങ്കിൽ അതും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുക. ഈ വർഷം, അതായത് ഡിസംബർ 31 തന്നെ പൂർണ്ണമായും ടൗൺഷിപ്പിന്റെ നിർമ്മാണം പൂർത്തിയാക്കും, താക്കോൽ കൈമാറാൻ സാധിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ആരോപണം ഉയർന്നു വരുന്നത്, അതായത് നിരവധിയായിട്ടുള്ള സ്പോൺസർഷിപ്പുകൾ, ഏകദേശം നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം, ഔദ്യോഗികമായ ഒരു കണക്ക് സംസ്ഥാന സർക്കാരിന്റെയും കയ്യിലില്ല, പക്ഷേ നമുക്ക് ലഭിച്ചിട്ടുള്ള അനൌദ്യോഗിക ഒരു കണക്കുകൾ പ്രകാരം 1200-ലധികം വീടുകളാണ് സ്പോൺസർഷിപ്പ് എന്ന നിലയിൽ വീട് പണിയുടെ കൂടെ തന്നെ ഈ ഇന്റേണൽ റോഡുകളുടെ പണിയും ഒക്കെ ആരംഭിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കാര്യത്തിലൊക്കെ എന്തായി? ആ റോഡ് പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? സേതുലക്ഷ്മി, നമുക്ക് അവിടെ ആ പണി നടക്കുന്ന ആ ഭൂമിയുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്, നമുക്ക് അതിൽ കാണാം. അതിൽ റോഡുകളുടെ തടക്കം, അതായത് ഓരോ മേഖലയും ഏത് നിലയിലാണ്, അല്ലെങ്കിൽ ഏതിടങ്ങളിലാണ് വീടുകൾ, ഏതിടങ്ങളിലാണ് കളിസ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഏതിടങ്ങളിലാണ് ആശുപത്രി എന്നതടക്കമുള്ള ഹെൽത്ത് സെന്ററുകൾ അടക്കമുള്ള ടൗൺഷിപ്പ് ആണല്ലോ. അപ്പോൾ ഈ ഇടങ്ങളിലേക്ക് ഏതെല്ലാം നിലയിലേക്കാണ് അല്ലെങ്കിൽ വഴികൾ ഉണ്ടാവേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ വ്യക്തമാണ്. അതിനനുസരിച്ചുള്ള പ്ലാനിലാണ് അവിടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1200-ലധികം വീടുകളുടെ സ്പോൺസർഷിപ്പ് സംസ്ഥാന സർക്കാരിലേക്ക് വരുന്നു. അതിൽ എത്രത്തോളം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്, ഈ വീടുകളുടെ ഗുണഭോക്താക്കൾ ആര് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. കാരണം 402 അല്ലെങ്കിൽ 402ഓളം വരുന്ന ഗുണഭോക്താക്കളുടെ പട്ടികയാണ്, അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ പട്ടികയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 100-ലധികം വരുന്ന ആളുകൾ തങ്ങൾക്ക് വീട് വേണ്ട, 15 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകുന്ന 15 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞ് പണം നേടി അവർ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഈ ടൗൺഷിപ്പിന് പുറത്തേക്ക്. ഞാൻ ബെൻസിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ പറയുന്ന പോലെ പണി തുടങ്ങിയിട്ട് ഇന്നേക്ക് 106 ദിവസം പൂർണ്ണമാവുകയാണ്. ഈ 106 ദിവസം പൂർണ്ണമാകുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവിടെ 75 ദിവസവും കൽപ്പറ്റയിൽ മഴ പെയ്യുകയായിരുന്നു. പിന്നീട് ഈ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിച്ചത് 35 ദിവസമാണ്. ആ 35 ദിവസത്തിനുള്ളിൽ ഒരു മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. മറ്റിടങ്ങളിലൊക്കെ നിർമ്മാണങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിർമ്മാണത്തിന് വലിയ കാലതാമസം ഒന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിലും അവിടെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുകയുമാണ്.